തുടങ്ങിക്കോ. പേരും അഡ്രസ്സും വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് അറിയാത്ത ഒരു പരമരഹസ്യമാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നത്. സാറിനൊരു റേഡിയോളജിസ്റ്റാണ്. റേഡിയോഗ്രാഫറാണ്. റേഡിയോളജിസ്റ്റ് ടെക്നീഷ്യൻ. ഈ റേഡിയോഗ്രാഫർക്ക് ഈ ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് എന്താ കണ്ടുപിടിക്കുന്നത് ഒരു ഡോക്ടർ നമുക്ക് തരുന്നത്, എന്താ കണ്ടുപിടിക്കുന്നത് ആണ് നിങ്ങളെടുക്കുന്ന ഫിലിമും അതൊരു ഡോക്ടർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കല്ലേ വായിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് മനസ്സിലാവും. നമുക്ക് ഈവൻ നമുക്ക് പോലും മനസ്സിലായ പല കാര്യങ്ങൾ പോലും ഡോക്ടേഴ്സ് അത് കുട്ടികളുടെ എക്സ്റേ എടുക്കുമ്പോൾ പോലും ഇപ്പം ന്യൂമോണിക് പാച്ച് നമുക്ക് മനസ്സിലാകുന്ന പോലും ഡോക്ടേഴ്സ് അത് ന്യൂമോണിക് പാച്ച് അല്ല, നോ പ്രോബ്ലം പറഞ്ഞ് വിടാറുണ്ട്. അല്ലാതെ ന്യൂമോണിക് പാച്ച് ഇല്ലാത്തതിന് ഉണ്ടെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല. ആൻറ്റിബയോട്ടിക് ഒരാഴ്ച കൊടുത്തു, കുട്ടിക്ക് കുറവില്ല. അതിൻ്റെ അടുത്ത ആഴ്ച കൊടുത്തു, കുറവില്ല. അപ്പോൾ അപ്പനും അമ്മയും ദേഷ്യപ്പെടുമ്പം അപ്പോൾ ഒരു എക്സ്റേക്കോ അല്ലെങ്കിൽ ഒരു CTക്കോ എഴുതും. അത് എഴുതിയതിനകത്ത് നോർമൽ റിപ്പോർട്ട് വന്നാൽ പിന്നെ കൊടുത്തതിന് അർത്ഥമില്ലാതായി. അപ്പോൾ പിന്നെ അതിന് ഇത് സത്യമാണ്, 100% സത്യമാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യമാണ്. റേഡിയോളജിസ്റ്റിനെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂമോണിക് പാച്ച് റിപ്പോർട്ടിൽ എഴുതണമെന്ന് പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. ചെയ്ത സംഭവം എൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. ചെയ്ത സംഭവം ഉണ്ട്, എൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. ഞാനല്ല, റേഡിയോളജിസ്റ്റ്. കാരണം അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും. കുട്ടിക്ക് ക്ലിനിക്കലി കുട്ടിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ചുമ, പനി, വിട്ടുമാറാത്ത പനി, കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ അത് കൊടുത്തേ മതിയാവും. പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ ചെയ്യണമല്ലോ. എൻ്റെ വിഷയം അവിടെയല്ല. എൻ്റെ വിഷയം നമ്മൾ ഈ വയലിൽ തൂക്കി പിടിച്ചോണ്ട് നടക്കത്തില്ലേ, അത് ഇവർക്കൊരു മനസ്സിലാവുമോ? ഇല്ല. അതാ എൻ്റെ ഇമ്പോർട്ടൻറ്റ്. റേഡിയോളജിസ്റ്റ് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത്. ആ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം മാത്രമുള്ള ഡോക്ടേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ആക്ച്വലി ആ റിപ്പോർട്ട് വെച്ചിട്ട് മാത്രമേ ഡോക്ടേഴ്സ് ചെയ്യത്തുള്ളൂ. മനസ്സിലാവില്ല. സത്യമാണ്. ഈവൻ ഓർത്തോപീഡീഷ്യൻസ്, ന്യൂറോ സർജൻസ്, ഇവർക്കൊക്കെ ആക്ച്വലി ഇത് റീഡ് ചെയ്യാനുള്ള കഴിവ് ആക്ച്വലി ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ഡോക്ടേഴ്സ് പിന്നെയും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുറം രാജ്യങ്ങളിലേക്ക് വന്നാൽ ഇവർക്ക് ഒന്നും അറിയാമല്ലെന്ന് വേണം തന്നെ പറയാൻ, സത്യം പറയാൻ. അതാണ് അവസ്ഥ. കാരണം അവർ ഈ MRIക്ക് എഴുതും. കാരണം അവിടെ ഇഷ്ടംപോലെ കാശ് കിട്ടും, കമ്മീഷൻസ്. അപ്പം MRIക്ക് എഴുതും. ആ MRI എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അത് വെച്ചിട്ട് സാധാരണ ഒരു ഫിലിം കാണിച്ചാൽ അവർ റീഡ് ചെയ്യേണ്ടതാണ്. ആക്ച്വലി ഒരു ഓർത്തോപീഡീഷ്യൻസ് പറഞ്ഞാൽ എക്സ്റേ ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്യണം. എക്സ്റേ പോലും നോക്കാതെ എത്ര ഡോക്ടർമാരുണ്ടോ? സംശയം എന്തിരിക്കുന്നു. അപ്പൊ ഇവര് മറ്റേ ഫിലിം എടുത്ത് നോക്കി നമ്മളിന്റെ മുമ്പിൽ നോക്കുന്നത് അത് നമ്മളെ പൊട്ടന്മാരാക്കുക. അത് വൈദ്യുതി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടന്മാർ. ഇത് ആർക്കെങ്കിലും അറിയാം പബ്ലിക് എന്തൊരു മണ്ടന്മാരാണ്. ഇത് നിങ്ങളെപ്പോലുള്ള ആളുകളുള്ളതാണ് ഏറ്റവും വലിയ സഹായം. ഞാനിപ്പം വൈദ്യരെ പ്രമോട്ട് ചെയ്യാൻ പറയല്ല. ഇത് അജ്ഞതയാണ് ആക്ച്വലി. ഇത് തെളിയിച്ചു കൊടുക്കണം ആക്ച്വലി ആൾക്കാർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് പോലും മുഖം കാണിക്കാതെ പറയേണ്ട ഗതികേട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷനിൽ ഇരിക്കുന്നത് കൊണ്ട്. അത് തന്നെ, കാരണം എനിക്ക് വേറെ തൊഴിലറിയില്ല. ഇതേ ഉള്ളൂ, നമ്മളെ പണി ഇതേ ഉള്ളൂ. എന്നാലും സത്യം പുറത്തറിയണം നിങ്ങൾക്ക് ആഗ്രഹം. സത്യം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നല്ല ക്ലിയർ ആവുന്നുണ്ടോ?